പാമ്പും പഴുതാരയും നിരങ്ങുന്ന ഇടം. കാട് കയറാൻ വിടാതെ പൊടിപടലം നീക്കി ആ സ്ഥലം ശരിയാക്കിയെടുത്താൽ അടിപൊളി ബുക്ക് സ്റ്റാൾ ആകുമോ? സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനം ഇങ്ങനെ മാറ്റിയെടുക്കാനാകുമോ? യൂറോപ്പിലോ പാരീസിലോ കാണുന്ന വൈബുള്ള പുസ്തകശാലയായി പഴയ ബുക്ക് മാർക്കിനെ പുതുക്കിപ്പണിത കഥയാണ് തിരുവനന്തപുരത്ത് VJT ഹാളിന് സമീപം യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുള്ള കഫേ ബുക്ക് മാർക്കിന് പറയാനുള്ളത്. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന, എഴുത്തിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്ന കാന്തദർശിയായ പത്രപ്രവർത്തകൻ എബ്രഹാം മാത്യു ബുക്ക് മാർക്കിന്റെ സെക്രട്ടറിയായി വന്നതോടെയാണ് ആളും ആരവവും ഇല്ലാതെ പൊടിപിടിച്ച് കിടക്കുകയായിരുന്ന ഔട്ട്ലെറ്റുകൾ ന്യൂജൻ വൈബിലേക്ക് മാറുന്നത്. കേവലം ഒരു ബുക്ക് സ്റ്റാൾ അല്ല കഫേ ബുക്ക് മാർക്ക്, പിന്നെ എന്താണ്? ദി മാർക്ക് ഓഫ് നോളജ്. ബുക്ക് മാർക്കിനെ കഫേ ബുക്ക് മാർക്ക് തിരുത്തുന്നത് ഇങ്ങനെയാണ്: ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് ഈ കഫേ ബുക്ക് മാർക്കിൽ അല്പനേരം ചെലവഴിച്ചാൽ ആർക്കും ബോധ്യമാകും. 100% സർഗാത്മകമായ പുനർനിർമ്മിതി. ഒരുപാട് സ്പേസ് ഉള്ള സാംസ്കാരിക ഇടമാണ് കഫേ ബുക്ക് മാർക്ക്. പലതരം പുസ്തകങ്ങൾ അത് പലയിടത്തായി ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്നു. പത്രമാസികകളുടെ റാക്കും ഒരിടത്തുണ്ട്. നിങ്ങൾക്ക് പുസ്തകങ്ങൾ എടുക്കാം, ആഴ്ച പതിപ്പുകൾ എടുക്കാം. അത് വായിച്ചുകൊണ്ടോ സംവദിച്ചുകൊണ്ടോ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. വാങ്ങണമെന്ന് തോന്നിയാൽ വാങ്ങാം. ഇനി ഒരു ചൂട് കാപ്പിയോ ചായയോ ഊതി കുടിച്ചുകൊണ്ട് വായിക്കണമെന്ന് തോന്നിയാലോ അതിനും വഴിയുണ്ട്. പുറത്തു പോകാതെ തന്നെ ആവി പറക്കുന്ന കാപ്പി മുന്നിലെത്തും. വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ മിനറൽ വാട്ടറും റെഡി. എന്തിന് ചൂടുവെള്ളം ചോദിച്ചാൽ പോലും തരാൻ ആളുണ്ട്. വായനയുടെ ആകാശത്തേക്ക് പറന്നുയരുന്ന പൂമ്പാറ്റകളെ പോലെ തുറന്നു വെച്ച പുസ്തകത്താളുകൾ കഫേ ബുക്ക് മാർക്കിന്റെ ചുവരിൽ സ്ട്രക്ചർ ചെയ്തു വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണെങ്കിലും പച്ചപ്പിനെ അടയാളപ്പെടുത്തുന്ന വർണ്ണവൈവിധ്യമുള്ള പലതരം ചെടികളും സാംസ്കാരികതയ്ക്ക് ഇണങ്ങിയ മറ്റലങ്കാരങ്ങളും. ലൈറ്റും ഷെയ്ഡും ഇടകലർന്ന വെളിച്ചത്തിന് പോലുമുണ്ട് മറ്റെങ്ങും കാണാത്തൊരു തെളിച്ചം. എല്ലാം ചേരുമ്പോൾ വേറൊരു ലെവലാണ് കഫേ ബുക്ക് മാർക്ക്. പുതുതലമുറ വായനയോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന പരിഭവം ഇനി വേണ്ട. 18നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവിടെ എത്തുന്നവരിൽ കൂടുതൽ പേരും. അവർ പുസ്തകങ്ങളും ആനുകാലികങ്ങളും വായിക്കുന്നു, റീലും ഷോർട്ടും പിടിക്കുന്നു, സംവദിക്കുന്നു. രാത്രി എത്ര വൈകിയും പിരിഞ്ഞു പോകാൻ തോന്നണത്തത്ര അറിവും ആനന്ദവും കഫേ ബുക്ക് മാർക്ക് അവർക്ക് നൽകുന്നുണ്ട്. അത് ആവോളം അവർ ആസ്വദിക്കുന്നുമുണ്ട്. മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യുവിന്റെ വാക്കുകളിലേക്ക്. കഫേ ബുക്ക് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലേക്ക് വായന എത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ പുസ്തകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് VJT ഹാൾ, അയ്യങ്കാളി ഹാൾ പരിസരത്ത് മുമ്പ് ബുക്ക് മാർക്കിനൊരു ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നീട് അതിനെ കഫേ ബുക്ക് മാർക്ക് എന്ന പേരിലേക്ക് മാറ്റുകയാണ്. ഇവിടെ കണ്ട ഏറ്റവും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം, ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വായനയിൽ നിന്ന് മോന്തിരിക്കുന്നു എന്നൊക്കെ വിമർശനം ഉയരാറുണ്ട്. പക്ഷെ ഇവിടുത്തെ അനുഭവം നേരെ തിരിച്ചാണ്. പുതിയ തലമുറയിലെ ആളുകളാണ് ഈ കഫേ ബുക്ക് മാർക്കിൽ വന്ന് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നതും വാങ്ങുന്നതും. കഫേ ബുക്ക് മാർക്ക് പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ ആളുകൾക്ക് വന്നിരുന്ന ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുത്തിട്ട് വായിക്കാൻ കഴിയും. പിന്നെ കോഫിയും ടീയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ സംവാദങ്ങൾക്കുള്ള സ്പേസും. ഇത് പുതിയ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് തോന്നുന്നു. കാരണം ഇനി ഒരു പരമ്പരാഗത ലൈബ്രറികളെക്കാൾ ലൈബ്രറിയുടെ സേവനത്തോടൊപ്പം പുസ്തകങ്ങൾ വാങ്ങാനുള്ള സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും പുതിയ തലമുറയ്ക്ക് കൂടുതൽ പ്രയോജനകരമാകുന്നതും അവരെ പുസ്തകങ്ങളിലേക്ക് അടുപ്പിക്കാൻ പര്യാപ്തമാകുന്നു.